അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺട്രാക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് കോൺട്രാക്ഷൻ എന്നുള്ളത്. ഇനി ചെറിയൊരു ഡെഫിനിഷനാണ്, ഒരു നൊട്ടേഷൻ. ദ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് എ കണക്റ്റഡ് ലേബൽഡ് ഗ്രാഫ് ജി വിൽ ബി ഡിനോട്ടഡ് ബൈ ടോ ഓഫ് ജി. അപ്പോൾ ടോ എന്ന് പറഞ്ഞ ഒരു ജി എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ ടോ ഓഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജി എന്ന് പറയുന്നത് എന്താണ്? ലേബൽഡ് ഗ്രാഫാണ്. ലേബൽഡ് ഗ്രാഫ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് അതിന്റെ വെർട്ടസസിനും അല്ലെങ്കിൽ അതിന്റെ എഡ്ജിനൊക്കെ ഓരോ നമ്മൾ പേര് കൊടുത്ത് ലേബൽ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ജി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിലെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ടോ ഓഫ് ജി. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ജി ഈ ഒരു ഗ്രാഫ് ആണെന്ന് നോക്കുക. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന ജി ഈക്വൽ ടു 4 വെർട്ടിസസും 3 എഡ്ജുള്ള. ഇതിൽ എത്ര സ്പാനിങ് ട്രീ ഉണ്ടാവും? എത്ര എണ്ണം പോസിബിൾ ആണ് നിങ്ങൾ ആലോചിച്ചു? കാരണം എന്താ, സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാ വെർട്ടിസസുകളും വേണം. അതായത് ഈ 4 വെർട്ടിസസുകളും വേണം. ഈ 4 വെർട്ടിസസും കണക്ട് ചെയ്യുന്ന എഡ്ജുകളും വേണം. അപ്പൊ ഈ ഒരു ഗ്രാഫിന് ഒരൊറ്റ സ്പാനിങ് ട്രീ ഉണ്ടാവുള്ളൂ. അത് ഈ ഗ്രാഫ് തന്നെയാണ്. ഇനി അടുത്ത ഗ്രാഫ് നോക്കൂ. ഇതിലും 4 വെർട്ടിസസുകളാണുള്ളത്, പക്ഷെ 4 എഡ്ജുകളും ഉണ്ട്. ഇതിന് ഏതൊക്കെ രീതിയിൽ സ്പാനിങ് ട്രീ വരക്കാൻ പറ്റും? ഇത് ഈ ഒരു ഗ്രാഫിന്റെ സ്പാനിങ് ട്രീ ആണ്, അതായത് തൊട്ട് മുകളിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതും ഒരു സ്പാനിങ് ട്രീ ആണ്, ഇതും ഒരു സ്പാനിങ് ട്രീ ആണ്. ഇങ്ങനെ 4 സ്പാനിങ് ട്രീ. ഈ 4 ഗ്രാഫിൽ എന്താണ്? 4 വെർട്ടിസസുകൾ ഉണ്ട്. എല്ലാ വെർട്ടിസസുകളും തമ്മിൽ കണക്ട് ചെയ്യുന്ന എഡ്ജുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ജി എന്ന് പറയുന്ന ഗ്രാഫിന് 4 സ്പാനിങ് ട്രീകൾ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത ഗ്രാഫ് ജി. ഈ ഒരു ഗ്രാഫിന് എത്ര സ്പാനിങ് ട്രീകൾ ഉണ്ട്? 3 എണ്ണം ഉണ്ടാവും. കാരണം എന്താ? ഈ 3 വെർട്ടിസസ് വരുന്ന രീതിയിൽ ഇതൊരു സ്പാനിങ് ട്രീ ആണ്. കാരണം എന്താ? 1 2 3 3 വെർട്ടിസസ് ഉണ്ട്, അത് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ എന്താണ്? ഇതും ഒരു സ്പാനിങ് ട്രീ ആണ്. ഇങ്ങനെ ഒരു സ്പാനിങ് ട്രീ, 3 സ്പാനിങ് ട്രീസ് ഉണ്ടാവും. എന്നാൽ ഈ ഒരു ഗ്രാഫിനോ ഇതിനൊരൊറ്റ സ്പാനിങ് ട്രീ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഇതിന്റെ 3 എഡ്ജുകളും 3 വെർട്ടിസസുകളും അത് കണക്ട് ചെയ്യുന്ന എഡ്ജുകളും തമ്മിൽ വരക്കാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രാഫ് ഈ ഫിഗറിൽ കാണുന്ന ഗ്രാഫ് തന്നെയാണ്. അപ്പൊ ഇതിനെ, ഈ ഒരു സ്പാനിങ് ട്രീന്റെ എണ്ണത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ടോ ഓഫ് ജി. അതായത് ടോ ഓഫ് ജി ഈക്വൽ ടു, ഈ ഒരു ഗ്രാഫിൻ്റെത് 1 ആണ്. ഇവിടെ നമുക്ക് 4 സ്പാനിങ് ട്രീകൾ കാണാൻ പറ്റും. അപ്പോൾ ടോ ഓഫ് ജി ഈക്വൽ ടു 4 ആണ്. ഇവിടെ ടോ ഓഫ് ജി ഈക്വൽ ടു 3 ആണ്. ഇവിടെ ടോ ഓഫ് ജി ഈക്വൽ ടു 1 ആണ്.